മുരളിയേട്ട ഫോൺ അടിക്കുന്നു. ഹലോ ഹലോ, ഇത് മുരളിയല്ലേ? ഓട്ടോ ഓടിക്കുന്ന മുരളി, നന്ദന്റെ കൂട്ടുകാരൻ. ആ അതെ അതെ, ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാ വിളിച്ചേ. എന്താ? നന്ദൻ ഒരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? എന്താ ആക്സിഡന്റ്? മുരളിയെ കാണണമെന്ന് പറയുന്നു. ഹലോ 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 ഹലോ, കേൾക്കാൻ വയ്യ. ഹലോ 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 ഹലോ, കട്ടായി. എന്താ മുരളിയേട്ട? ആരാണെന്നറിയില്ല. നന്ദനൊരു അപകടം പറ്റിയെന്ന്. എന്റെ ഈശ്വര, എടാ നന്ദുപോലെ അപകടോ? നീ എന്താ ഈ പറയണത്? അതെ അമ്മേ, എന്നെ ഇപ്പൊ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞതാ. വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. നന്ദൻ എന്നെ കാണണമെന്ന് അയാളോട് പറഞ്ഞെന്ന്. മുരളിയേട്ട നന്ദനെയാണോ വിളിച്ചേ? അതെ, ഫോൺ സ്വിച്ച് ഓഫാ പറയുന്നത്. മോനെ, നീ വേഗം സിദ്ധാർത്ഥ സാറിനെ വിളിച്ച് പറ. അതെ മുരളിയേട്ട, ചന്ദ്രത്തേക്ക് വിളിക്ക്. അയ്യോ ഈശ്വര. ഹലോ അങ്ങളെ, മുരളിയാ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താടാ? അത് നമ്മുടെ നന്ദൻ. വേണ്ട, നിർത്ത്. മുരളിക്ക് ഇത്ര തിരിച്ചറിവില്ലാതെ പോയല്ലോ. ഫോൺ കോളുകളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറ. ഫോണിൽ കൂടെ ഒരു അത്യാവശ്യം പറയരുത്. അത് അങ്ങളെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ മുരളിക്ക്? എടാ, പോലീസ് നമ്മുടെ ഫോൺ കോളുകൾ മാത്രമല്ല, നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ടാൽ മതി. അങ്ങളെ, ഞാനൊന്നും. പറ്റുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നേരിട്ട് കണ്ടാൽ മതി. ഫോൺ വെച്ചോ. അങ്ങളെ, ഞാനൊന്ന് പറയുന്നു. എന്താ? മോനേടാ, എന്താന്ന് പറയടാ? അവര് തമ്മിലുള്ള സംഭാഷണം കേട്ടിട്ട് ഷൈജൻ എന്ത് തോന്നുന്നു? MLA സിദ്ധാർത്ഥൻ അറിയാം നന്ദൻ എവിടെ ഉണ്ടെന്ന്. സഖി, എനിക്ക് തോന്നുന്നത് മുരളിക്കാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതെന്നാണ്. അപ്പോ രണ്ടുപേർക്കും അറിയാം. അതെ, രണ്ടുപേർക്കും അറിയാം. പക്ഷേ കൂടുതൽ വ്യക്തമായിട്ട് അറിയാവുന്നത് മുരളിക്കാണ്. ഉറപ്പാണ്, മുരളിക്കാണ് നന്ദന്റെ ലൊക്കേഷൻ അറിയാവുന്നത്. മുരളിയെ കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് കൂട്ടുകാരന്റെ അടുത്ത്. യെസ് മാഡം. അവന്റെ ഹിസ്റ്ററി അതാ. നന്ദന് വേണ്ടി ഏത് കാര്യത്തിനും അവൻ മരിച്ചു കൂടെ നിൽക്കും. സക്കറിന്റെ നിഗമനം കറക്റ്റ് അല്ലേ ഷൈജ? അതെ മാഡം. നന്ദന്റെ വിവാഹം കഴിഞ്ഞപ്പോ കൂടുതൽ കുഴപ്പം വരാതിരിക്കാൻ മുരളിയുടെ വീട്ടിൽ
മുരളിയുടെ ഭാര്യയായി അവളെ നിർത്തുകയായിരുന്നല്ലോ. എന്തായാലും നന്ദൻ എവിടെയാണ് മാറി നിൽക്കുന്നതെന്ന് മുരളിക്കറിയാം. യെസ് മാം. അപ്പോ മുരളിയെ നമുക്ക് വേണം. മുരളിയിലൂടെ നന്ദൻ എവിടെയാണെന്ന് അറിയുകയും വേണം. മുരളി വഴുതി പോകാതിരിക്കാൻ വല വിരിച്ചിട്ടുണ്ട് മാഡം. ഓപ്പറേഷൻ കൃത്യമായിരിക്കും. ഗുഡ്. അവൻ നമ്മുടെ വരയിൽ നിന്ന് പിടിവിട്ട് പോവരുത്. ഇല്ല മാഡം, അവനെ ഉറപ്പായി ഞങ്ങൾ പൊക്കിയിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.